മഹേഷിന് എവിടെ പോയേ? ഉച്ചയ്ക്ക് ഉണ്ണാനും വന്നില്ലല്ലോ. ഒന്ന് തൃശ്ശൂർ വരെ പോണ്ടി വന്നു. മുമ്പൊക്കെ എവിടെ പോകുമ്പോഴും എന്നോട് പറയായിരുന്നു. ഈയിടെയായിട്ട് മഹേഷിനൊരു മാറ്റമൊക്കെ കാണുന്നുണ്ട്. ഞാനൊന്നും പറഞ്ഞില്ല മഹേട്ടോ. ഇതെന്താ കയ്യില്? ഇന്ന ആ കുട്ടി എവിടെ? വേണി കിട്ടിയോ? ഇല്ല. ലഡു എന്ന് പറഞ്ഞ എനിക്ക് പിന്നെ ഒന്നും വേണ്ട. ഭാമയുടെ കയ്യില് ഭരണായേ പിന്നെ മധുരം കാണാൻ കിട്ടാണ്ടായി. കിട്ടി. ഭാമിച്ച് അറിഞ്ഞ എന്നെ വഴക്ക് പറയാ. മുത്തശ്ശന് മധുരം തീരെ പാടില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ? മൂത്രത്തില് പാടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ, കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. കള്ളനെ കയ്യോടെ പിടികൂടി ലഡ്ഡു കെട്ടു തന്നെയായിരുന്നു ഇവളെയും കൂട്ടുപിടിച്ച്. തുപ്പ് 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 തുപ്പ്. മുത്തശ്ശൻ കാണാണ്ടിരിക്കാൻ മുറത്തിന്റെ പുറയിൽ ഒളിച്ചു വെച്ചതാ ഞാൻ. ഈ കുട്ടിക്ക് വല്ല കാര്യമുണ്ടോ? അത് ശരിയാണല്ലോ. നിന്നോടാരാ മുത്തശ്ശൻ ലഡ്ഡു എടുത്തു കൊടുക്കാൻ പറഞ്ഞത്? അത് മുത്തശ്ശൻ പറഞ്ഞപ്പോ അധികം വിളച്ചിലെടുത്താലുണ്ടല്ലോ ആട്ടിച്ചന്റെ ചെവി കുറ്റിയാൻ പൊളിക്കും. പെൺകുട്ടികളായ അടങ്ങി ഒതുങ്ങി ഒരു ഭാഗത്തിരുന്നോളം തപാമയെ കണ്ടുപഠിക്കും. മതിയോ? അയ്യടാ പോരെ പോരെ. കുട്ടി വിഷമിക്കണ്ടോ. ഞാൻ ഇവക്കിട്ടൊരു പണി കൊടുത്തതല്ലേ. മോള് ചെയ്താ ശരി. മുതിർന്നവര് പറഞ്ഞാൽ അതനുസരിക്കുക. അത് എന്തായാലും. അല്ലാണ്ട് ഇവിടെ പോലെ ധിക്കരിക്കുകയല്ല വേണ്ടത്. എന്താ മുത്തശ്ശ? നിന്റെ കൈ കൊണ്ട് അവക്ക് കൊടുത്തേ. ഇവക്ക് കുറച്ച് ഡ്രസ്സുകളാ മുത്തശ്ശി. ഇനി ഇതൊക്കെ നമ്മള് വേണ്ട ഇവൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ. കൊടുക്കടി. ഇഷ്ടപ്പെട്ട് വാങ്ങിയതല്ലേ, സ്വയം അങ്ങോട്ട് കൊടുത്താ മതി. വേണ്ട, കരിയിലും പുകയിലും കഴിയണ വാലിക്കരി തൊടണ്ട. നിവൃത്തിയില്ലല്ലോ. ഈ വാലിക്കാരിയല്ലേ ഞാൻ കെട്ടാൻ പോണത്. ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. വേണ്ടെന്ന് വെക്ക, ഇനിയുണ്ട് സമയം. അതിപ്പോ എങ്ങനെയാ? എല്ലാരും കൂടെ പറഞ്ഞുറപ്പിച്ചു പോയില്ലേ? അതെ, അത്രേ ഉള്ളൂ മഹേട്ടിന്. പറഞ്ഞുറപ്പിച്ചതിന്റെ പേരില് ഇഷ്ടമില്ലാച്ചിട്ടും സഹിക്കന്നെ അല്ലേ? അല്ലാണ്ട് ഒരിത്തിരി ഇഷ്ടം എന്നോട് ഉണ്ടായിട്ടല്ല. വേണ്ട മഹേട്ട, എല്ലാം കൊണ്ട് എന്നെക്കാളും ചേർന്ന ഒരു കുട്ടിയെ മഹേട്ടിന് കിട്ടും. അങ്ങനെ ആയിക്കോളൂ. എടി പോത്തെ, എന്നാൽ ഇത് ഇത്തിരി നേരത്തെ പറയാറുന്നില്ലേ? ഇനി എവിടെ പോയൊരു പെണ്ണെ കണ്ടുപിടിക്കുക? അല്ല, എന്തിനാ ഇപ്പൊ വേറെ പെണ്ണെ തെരഞ്ഞു പോകുന്നത്? നമ്മുടെ വേണിയായാലോ സൗന്ദര്യമുണ്ട്, നിന്നെക്കാൾ ഇത്തിരി മൂപ്പും കുറയും, എല്ലാം കൊണ്ടും ചേരും. എന്താ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനത്രയ്ക്ക് പൊട്ടിയെന്നല്ല. വന്ന് കേറിയപ്പോ തൊട്ട് എന്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നുണ്ട്, ഇവിടെ നല്ല നേരത്തല്ലേ പടി ചവിട്ടിയെന്ന്. അതാരാ നിന്റെ ഉള്ളിൽ നിന്ന് പറയണ ആള്? ഞാനറിയാതെ. കളിയാക്കണ്ട. എടി പോത്തെ, പോത്താച്ചിട മോളെ, ഈ കുശുമ്പും കുന്നായ്മയൊക്കെയുള്ള നിന്നെ അല്ലടി മഹിയേട്ടന് ഇഷ്ടം. നിന്നെ മാത്രം അല്ലടി ഇഷ്ടം. തഞ്ചാവൂരിൽ നിന്നും തൂത്തുക്കുടി എന്നൊക്കെ ആരെങ്കിലും വന്നാ അതില്ലാണ്ടാവൂടി. എന്നാലും മഹേട്ടനെ കുട്ടിയോട് ഇച്ചിരി ഇഷ്ടമുണ്ട്. അത് പിന്നെ ഇല്ലാണ്ടിരിക്കോ? അവൾ ആരും ഇല്ലാത്ത കുട്ടിയല്ലേ? അതൊക്കെ ശരിയാ. അതാരും ഇല്ലാത്ത കുട്ടിയാണ്, പാവമൊക്കെ തന്നെയാ. എന്നാലും മഹേട്ടൻ വെള്ളം ചോദിക്കുമ്പോ ആ കുട്ടി എടുത്തു തരുന്നതും മഹേട്ടന്റെ ഷർട്ട് തേച്ചു തരുന്നതും എനിക്ക് അത്ര പിടിക്കില്ല. അതൊക്കെ ഞാൻ ചെയ്തോളാം. എടി പോത്തെ, പിന്നെയും കുശുമ്പ് കുശുമ്പ്. പണ്ട് ഡിഫൻസിലായിരുന്ന കാലത്ത് സഞ്ചാരം തന്നെയായിരുന്നു സഞ്ചാരം. പല നാടും ചുറ്റിയിട്ടുണ്ട്. ഒരു നാടും പക്ഷേ ഇത്രയ്ക്ക് മുത്തച്ഛന് ഇഷ്ടമായിട്ടില്ല. ഇവിടുത്തെ കാറ്റും വെള്ളവും അത് വേറെ എവിടെ കിട്ടും? മോളെന്താ ആലോചിക്കണേ? ഒന്നുമില്ല, വെറുതെ അപ്പൂപ്പനെ ഓർത്തുപോയി. അപ്പൂപ്പനും ഇങ്ങനെയായിരുന്നു. എന്നും സന്ധ്യയ്ക്ക് പുഴക്കരയിൽ വന്നിരിക്കും, എന്നെയും കൂട്ടി. നിറയെ പടിക്കെട്ടുകളുണ്ട് പുഴയിലേക്ക് ഇറങ്ങാൻ. അവിടെ ഇരുന്ന് ഒരുപാട് കഥകൾ പറഞ്ഞു തരും, പാട്ട് പാടും. ഇനി ആ സ്ഥാനത്ത് ഈ മുത്തശ്ശനെ കണ്ടോളൂ. ഹലോ ഫ്രണ്ട്സ്. ഇവരെ എനിക്കിട്ട പേരാ 79 നോട്ട് ഔട്ട്. മുത്തശ്ശിക്കും ഉണ്ട് 74 നോട്ട് ഔട്ട്. അയ്യോ, എനിക്കറിയില്ല. അതെന്താ PC? പുതിയ ചേച്ചി. അത് കൊള്ളാം. ഭാമ കണ്ട വഴക്ക് പറയും, എന്നാലും ഒരു രസം. ഇടയ്ക്ക് ഞാനും കൂടാറുണ്ട് ഇവരോടൊപ്പം.
പണ്ട് ഡൽഹിയിലും ജലന്ധറിലും ഒക്കെ ആയിരുന്നപ്പോ ബൗളിങ്ങിലായിരുന്നു കേമം. ഇപ്പോ വയ്യ, എന്നാലും ബാറ്റ് ചെയ്യാം. നോ ബോൾ, നോ ബോൾ. അയ്യടാ മുത്തശ്ശ എപ്പോഴും ഇങ്ങനെയാ. കറക്റ്റ് ആയിട്ട് ബൗൾ ചെയ്യ. ഇല്ലല്ല മുത്തശ്ശ ഔട്ടാ. നീ പറ. മുത്തച്ഛൻ ഔട്ട്. ഞാനില്ല. അയ്യോ മുത്തച്ഛ, മുത്തച്ഛ പോലെ മുത്തച്ഛ. നിക്ക് 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 മുത്തച്ഛ, നിക്ക്. മുത്തച്ഛ പെണങ്ങല്ലേ? വേണ്ട. അല്ലല്ലോ പോട്ടെ, നമുക്ക് ക്രിക്കറ്റ് വേണ്ട, വേറൊരു കളിയുണ്ട്. മഞ്ചാടിക്കുരുവുണ്ട്. മഞ്ചാടിക്കുരുവുണ്ട് ഒരാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. പറ്റും, പക്ഷെ മുത്തച്ഛൻ വേണം. ഇപ്പൊ മുത്തച്ഛന്റെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ബാ മുത്തച്ഛ. ഞാനില്ല. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ, നല്ല മുത്തച്ഛനല്ലേ. വാ നടക്ക്. ആ കൈയൊന്ന് കാണിച്ചേ. കാണിക്കും മുത്തച്ഛ. ആ കൈ കാണിച്ചേ. ആ ആ കണ്ണടച്ചേ. ആ ഇനി കണ്ണു തുറന്നേ. ഇപ്പൊ ഞാൻ പറയട്ടെ മുത്തച്ഛന്റെ മനസ്സിൽ എന്താണെന്ന് പറയട്ടെ. ഇപ്പൊ ഞാനൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. അപ്പൊ ഈ കുട്ടി എന്തു പറയും? ഇതല്ലേ മുത്തച്ഛൻ വിചാരിച്ചത് അല്ലേ? അതെ. അതല്ലേ മാജിക്. അത് മാത്രം പറ്റില്ല. ഇത് ഞാനല്ലേ ഇവൾക്ക് പഠിപ്പിച്ചു കൊടുത്തേ. ആഹാ, കൊള്ളാമല്ലോ ഉള്ള വിദ്യ. നമുക്ക് ഈ വിദ്യ ഒന്ന് കാണണ്ടേ മുത്തശ്ശി? അയ്യോ, ഞാൻ വെറുതെ മുത്തച്ഛനെയും കുട്ടികളെയും പറ്റിക്കാൻ. അതെങ്ങനെയാ? ഞാൻ മനസ്സിൽ വിചാരിച്ചു തന്നെയല്ലേ ഈ കുട്ടി പറഞ്ഞേ. മുത്തശ്ശ, ഏതായാലും അല്പം സൂക്ഷിക്കുന്നത് നല്ലതാ. മനസ്സിൽ സദാസമയം ഈശ്വര വിചാരം മാത്രം മതി. പഴയ വല്ല കേസുകെട്ടുകളുടെ കാര്യം ആലോചിച്ചാലേ വേണി അത് വിളിച്ചു പറയും. പിന്നെ മുത്തശ്ശി മുത്തശ്ശിയുടെ മനസ്സിൽ എന്താ നോക്കിയാലോ നമുക്ക്. അയ്യോ മുത്തശ്ശി വേണ്ട, മുത്തശ്ശി പാവല്ലേ. അങ്ങനെ പാവമൊന്നുമല്ല, എനിക്കല്ലേ അറിയൂ ശരിക്ക്. ഇവിടെ ഒന്ന് പരീക്ഷിച്ചാലോ നമുക്ക്? വേണ്ട വേണ്ട, ഞാനില്ലേ അമ്മാരി കളിക്കുന്നു. പേടി പേടി, മനസ്സിലുള്ള കള്ളത്തരങ്ങളൊക്കെ പുറത്തു ചാടുമെന്നുള്ള പേടി. ഓ എനിക്കൊരു പേടിയില്ല. എന്നായിരിക്കും ഞാനില്ല. ഇങ്ങോട്ട് വാടി. കൊരങ്ങനെ അട്ടാണി മേടിക്കണ പോലെ ഉണ്ട്. ആ, ഇവളുടെ ചെവിയിൽ വെക്കാൻ പറ്റിയത് ചെമ്പരത്തി പൂവാ. കണ്ണടച്ചേ. ഇപ്പൊ കണ്ണു തുറന്നേ. അയ്യോ, ഇത്രയും തുറക്കല്ലേ, പ്രേതം പോലെ ഉണ്ട്. പറയട്ടെ ബാമേച്ചി എന്താ ചിന്തിക്കുന്നതെന്ന്? ഈ കുട്ടി എന്ത് പറഞ്ഞാലും ഞാനത് അല്ലാന്നേ പറയൂ, ഉറപ്പാ. അതല്ലേ ചിന്തിച്ചത് അല്ലേ? അയ്യോ സത്യം, ഇപ്പൊ ഇവള് ഇത് തന്നെയാ ചിന്തിച്ചത്. എടി പോത്തെ, ഇനി മുതൽ ആവശ്യമില്ലാത്തൊന്നും മനസ്സിൽ വെക്കണ്ട, ഒക്കെ ഞങ്ങൾ കണ്ടുപിടിക്കും. എന്റെ മനസ്സിലൊന്നുമില്ല, ബാക്കിയുള്ളവരുടെ മനസ്സിലൊക്കെ എന്താണെന്ന് ഞാൻ എങ്ങനെ അറിയാ? എനിക്ക് മഞ്ചാടിക്കുടി മാജിക് എന്ന് അറിയില്ലല്ലോ. മഹേട്ടാ, മഹേട്ടൻ ഡിഷാനയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ഇയാൾ അതിന്റെ പാർട്ടിയാ. അങ്ങാടി വെച്ച് എന്റെ കൈ വന്ന് ചാടി. നമ്മൾ വെക്കണേക്കും അങ്ങനെ വേറെ ആരോട് വെക്കണ്ട. അത് ഞാൻ കൈയോടി കൂടി കൊണ്ടുവന്ന. ചാർജ് വളരെ കുറവാ. എത്രയാവും? 10,000 രൂപ ഉള്ളൂ സാർ. ഓഹോ, 10,000 റുപ്യ ഉള്ളോ? അത്രേ ഉള്ളൂ. 10,000 റുപ്യ ഉണ്ടെങ്കിലേ ഞാനിവിടെ ഒരു ജോഡി കാളയെ മേടിച്ച് കിട്ടും. കാളയുടെ വാലി പിടിച്ച് തിരിച്ച സൺടീവും സ്റ്റാർട്ടീവും കിട്ടോ? കാളയുടെ തിരിച്ചാ കിട്ടും. എന്താ നോക്കണേ? ഞാൻ ഈ ഡിഷാൻഡിനെ എവിടെ വെക്കാമെന്ന് നോക്കുകയായിരുന്നു. ഡിഷാൻഡർ നമുക്ക് എവിടെയും വെക്കാം, നീ ഞങ്ങൾക്കിട്ട് വെക്കായിരുന്നാ മതി. ചാർജ് എത്രയാവും? ചാർജിന്റെ കാര്യത്തില് നമുക്ക് ചില അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാം. രണ്ടു കൂട്ടർക്ക് നഷ്ടം വരാത്ത രീതിയിൽ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യാം. ആദ്യം അങ്ങനെയൊക്കെ പറയും, പിന്നെ നിങ്ങളുടെ സ്വഭാവം മാറും. വേണ്ട, സാർ തന്നെ എമൗണ്ട് പറഞ്ഞോളൂ. ഹിന്ദി സിനിമ ഉണ്ടാവോ? പഴയ പടങ്ങൾ. പിന്നെ ഹിന്ദി പടം, തെലുങ്ക്, കന്നഡ, ഗുജറാത്തി, വള്ളംകളി, ക്രിക്കറ്റ് കളി,
പിന്നെ രാത്രി 12 മണി കഴിഞ്ഞാൽ മുറ്റച്ചിന് കാണാൻ പറ്റിയ ചില പടങ്ങൾ ഉണ്ടാവും. എന്നാ ഒരെണ്ണം അങ്ങോട്ട് ഫിറ്റ് ചെയ്യിക്കും. അതെ, നടക്കട്ടെ, നടക്കട്ടെ. അതെ സാർ, അപ്പൂപ്പ വരെ സപ്പോർട്ടാണ്. ഇനി അകത്തേക്ക് പ്രവേശിക്കാനുള്ള അനുവാദം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ടി വി വെക്കാനും ആന്റിനെ ഫിക്സ് ചെയ്യാനും വയർ വലിക്കാനും ഒക്കെയുള്ള പൊസിഷൻസ് എനിക്ക് നോക്കാമായിരുന്നു. താങ്ക് യു സാർ. ഹലോ ആന്റിന, ടി വി ഇവിടെ. ഓ അവിടെയാണല്ലേ, സോറി ഞാൻ ശ്രദ്ധിച്ചില്ല. നല്ല ടി വി. ഇവനെന്ത് ടി വി ആണ പെണ്ണാണോ നോക്കാം. അയ്യോ എന്ത്? അല്ല, ഈ കേബിള് അങ്ങോട്ട് എങ്ങനെ ഇടാമെന്ന് ഞാനൊന്ന് നോക്കിയിട്ട്. പെണ്ണുങ്ങളെ നോക്കുമ്പോ ഇത്തിരി മയത്തില് നോക്കനിയാ. ആന്റീന ഫിക്സ് ചെയ്യണ്ടേ? പിന്നെ ബാ. സാറിന്റെ സിസ്റ്ററാ? ഏതാ മുടി നരച്ച തള്ളയാ? അയ്യോ അതല്ല, അടുത്തിരിക്കണ കോഴി. കോഴി എന്റെ സിസ്റ്റർ ആണോന്നാ? അയ്യോ കോഴിയല്ല, കോഴിക്ക് തീറ്റ കൊടുക്കണ. തീറ്റിട്ട് കൊടുക്കുന്ന നല്ല സുന്ദരി, അതെ. നല്ല ചിരി, നല്ല കണ്ണ്, മുടിയൊക്കെ പിന്നിട്ട്. അവളെ നിനക്ക് ഇഷ്ടായ? അയ്യോ സാർ, ഞാൻ ആ ഉദ്ദേശത്തോടെ അല്ല. അവളെ നിനക്ക് കെട്ടിച്ചേരടാ? അയ്യോ എന്റെ പെങ്ങളെ നിനക്ക് കെട്ടിച്ചേരടാ? അയ്യോ സാർ, ഞാൻ ആ ടൈപ്പ് അല്ല. അയ്യോ പിന്നെ നീ ഏത് ടൈപ്പാടാ? അല്ല സാർ, ഞാൻ പെൺകുട്ടികളെ ഒരിക്കലും. അപ്പൊ നിനക്ക് പെൺകുട്ടികളെ ഇഷ്ടല്ലേ ലക്ഷ്മണ? മറ്റേ പിന്നെ മഹിട്ടോ നിന്നെ തങ്ങടെ തിരിക്കടുത്തും ദേ കിടക്കുന്നതും കാശ്മലൻ. ഇവിടെ അടുത്തൊരു ഡിഷാനെ ഫിറ്റ് ചെയ്യാൻ വന്നിട്ടേ അവന് പെൺകുട്ടിനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ കല്യാണം നടന്നിട്ടുണ്ട്. ഞങ്ങളാ നടത്തി കൊടുത്തത്. അതുപോലെ നിനക്ക് നടത്തി തരാമോ? സ്ത്രീധനായിട്ട് എന്താ കൊടുത്തെന്ന് നിനക്കറിയാമോ? നീ എന്തൊരു വൃത്തികേടായി കാണിച്ചത്. വീട്ടിൽ വന്ന് കയറിയ ഒരാളെ, അതും എന്റെ പെങ്ങളെ കെട്ടാൻ പോണോ ഇങ്ങനെ അടിക്കുക? പറയണ്ട മഹിട്ടാ. അങ്ങനെ പോട്ടെ അങ്ങോട്ട്. ഐ അങ്ങോട്ട് പോകാൻ അങ്ങോട്ട്. എന്താ എന്തു പറ്റി? കണ്ണിലെന്തോ. നോക്കട്ടെ. ഇവിടെ വെച്ചോ. എന്റെ കൂട്ടാൻ എന്നെ തിന്നോ? ഇവിടെ ഇരുന്നാ. ചേച്ചി മീൻ വറുത്തൊന്നില്ലേ? ഇല്ല. എന്താ ബാമേച്ചിയുടെ മുഖത്തിന്റെ വാട്ടം? ഒന്നുമില്ല. ഊണയിച്ചില്ലേ? ഓ, നിനക്കെങ്കിലും തോന്നിയില്ല ചോദിക്കാൻ. ഇവിടെ ചില ആളുകൾക്ക് ഇപ്പൊ ഞാനിവിടെ ഉണ്ടെന്നുള്ള ചിന്തയേ ഇല്ല. അതാർക്കണപ്പാ? ആ കുട്ടി വന്നതിന് ശേഷം നിനക്കുണ്ട് മാറ്റം. എനിക്ക് എന്ത് മാറ്റം ചേച്ചി? ആ കുട്ടി എന്റെ ആരാ? ആ കുട്ടി മഹിയേട്ടന്റെ ആരാ? പിന്നെ എന്തിനാ മഹിയേട്ടൻ? ചില നേരത്ത് മഹിയേട്ടനോട് ആ കുട്ടി ഇടപെടുന്ന രീതി കാണുമ്പോ അല്പം ഓവറല്ലേന്ന് എനിക്കും തോന്നണുണ്ട്. തോന്നണുണ്ടല്ലോ. നിനക്ക് വരെ തോന്നിയില്ലേ? പക്ഷെ മഹിയേട്ടൻ ആള് ഡീസന്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഒരു മീൻ വറുത്താ ബാമേച്ചി? ഇല്ല, ഉള്ളത് കൂട്ടി കഴിച്ചാ മതി. അല്ല, മഹിയേട്ടൻ പണ്ട് ഡീസന്റ് ആയിരുന്നു. അങ്ങനെ എപ്പോഴും ഡീസന്റ് ആയിക്കൊള്ളുന്നില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ആ കുട്ടി സാന്ദ്രം കാണിച്ചു വരുന്ന മഹിയേട്ടൻ വെറുതെ നിന്ന് നടക്കണത്. ഒരു മീൻ വറുത്താ ബാമേച്ചി? ഇവിടെ വല്ലപ്പോഴുള്ള മീൻ വറുക്കുള്ളൂ. കമലമ്മേ, ലക്ഷ്മണൻ ഒരു മീൻ വറുത്ത് കൊടുക്കൂ. അതന്നെ ഞാനും പറയണേ. മഹിയേട്ടൻ എന്തിനു നിന്ന് കൊടുക്കണേ? ഇപ്പോഴത്തെ കാലമാണ്. ചീത്തപ്പേരുണ്ടാവാൻ അധികം നേരമൊന്നും വേണ്ട. ചേച്ചേ, അത് ബാമേച്ച് പറയരുത്. ആ കുട്ടി ആ ടൈപ്പൊന്നല്ല. ഒരു ആരോരില്ലാത്തൊരു അനാഥ കുട്ടി. അത് ഇവിടെ ഒരു കോഴിക്കുഞ്ഞിന്റെ പോലെ ഓടി ചാടി നടക്കാണ്. നമുക്ക് രസല്ലേ അല്ലേ കമലെടുത്തി? നീ ആ മീൻ വറുത്ത് അടുക്കളയിൽ കൊണ്ടുവയ്ക്ക്. മീൻ വറുത്ത് എല്ലാരും ചോറ് ഇറങ്ങില്ലെങ്കിൽ ഇറങ്ങണ്ട. അല്ല, പറയുമ്പോ എല്ലാം പറയണല്ലോ. ആ കുട്ടി ഓടുമ്പോ തന്നെ മഹിയേട്ട അതിന്റെ പുറകെ ഓടണത്. ഇവിടെ ബാമേച്ച് ഓടി നടക്കണ്ടല്ലോ. ബാമേച്ചിട്ട് പുറകെ ഓടേണ്ട കാര്യമില്ലല്ലോ മഹിയേട്ടന്. സ്നേഹത്തോടുള്ളൊരു നോട്ടം, ഊണി കഴിച്ചോ എന്നൊരു ചോദ്യം, അതൊക്കെ ആഗ്രഹിക്കണ്ടാവില്ലേ ബാമേച്ചി? എന്തെന്തു മോഹങ്ങളായിരുന്നു, എത്ര കിനാക്കളായിരുന്നു. അതൊക്കെ തല്ലി കൊഴിച്ചിട്ട് എങ്ങനെ എത്ര കണ്ണി ചോരില്ലാണ്ടായി പോയി മഹേട്ടന്. കമലെടുത്തി മീൻ വറുത്ത് എടുത്തോളൂ. നീ ഇപ്പൊ അങ്ങനെ മഹേടിനെ കുറ്റം പറയണ്ട. ദേഷ്യം വരുമ്പോ ഞാൻ എന്തെങ്കിലും പറയണമെന്ന് വെച്ച് അങ്ങനെ എന്തെങ്കിലും മഹേടിന്റെ ഭാഗത്തുനിന്നുണ്ടായാ ഞാൻ സഹിച്ചോളാം. കമലെടുത്തി മീൻ വറുത്ത് വേണ്ട. പോയി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പോലെ ഈ വീട്. ഒരു മീൻ വറുത്ത് വേണമെങ്കിൽ ആരൊക്കെ റെക്കമെൻഡേഷൻ വേണം? വറുത്ത് ഇല്ലാണ്ട് തിന്നാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. കുമ്പളങ്ങ എന്റെ അച്ഛൻ തിന്നു. എന്താ കുട്ടിയെ ഇതിനെ ഞെട്ടിയത്? ഒന്നുമില്ല. എന്താ കള്ളം കാണിക്കണ പോലെ ഉണ്ടല്ലോ. എന്താ അത്? ഒന്നുമില്ല ചേച്ചി. ഇങ്ങോട്ട് തരൂ.
വേണ്ട, ആ ചേച്ചി കാണണ്ട. എന്താ കണ്ടാല്? ലവ് ലെറ്റർ ഒന്നും അല്ലല്ലോ. നോക്കട്ടെ. അല്ല, ചേച്ചി കണ്ട ശരിയാവില്ല. നോക്കട്ടെ കുട്ടി. അത് നോക്കട്ടെ. അത് പിന്നെ പ്രിയപ്പെട്ട മഹിയേട്ടൻ, ഒരു പ്രധാനപ്പെട്ട കാര്യം മഹിയേട്ടനോട് പറയാൻ വേണ്ടിയാ ഞാൻ ഈ കത്തെഴുതുന്നത്. കുറെ ദിവസമായി പറയണമെന്ന് വിചാരിക്കുന്നു. പറഞ്ഞില്ലെങ്കിൽ അതൊരു തെറ്റായാലോ. പറയാൻ വേണ്ടി മഹിയേട്ടന്റെ അടുത്ത് വരുമ്പോഴൊക്കെ എന്റെ കൈയും കാലും വിറയ്ക്കുന്നു. എന്നെ കളിയാക്കിയാലോ അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞാലോ. അതുകൊണ്ടാ ഒടുക്കെ എഴുതി തരാന്ന് വെച്ചത്. ബാക്കി കൂടെ എഴുതു വേഗം, എന്നിട്ട് കൊടുക്ക്. ചേച്ചി, ഞാൻ വന്ന് കേറിപ്പോ മുതലേ ഞാൻ കരുതിയതാ ഇതെങ്ങനെ അവസാനിക്കുന്നു. കാണിച്ചു തരാം ഞാൻ. എന്താടി, എന്തിനാ നീ ഇവിടെ അടിച്ചത്? ചോദിച്ചിട്ടില്ല എന്തിനാ അടിച്ചതെന്ന്. മഹിയേട്ടാ, കുറച്ച് കൂടണ്ട് നിന്റെ അഹങ്കാരം. എനിക്ക് തൃപ്തിയായി. ബാക്കിയുണ്ടായിരുന്നുള്ളൂ.